വന്ദനം യേശുപാരാ, അങ്ങേക്കെന്നും വന്ദനം യേശുപാരാ, വന്ദനം യേശുപാരാ, അങ്ങേക്കെന്നും വന്ദനം യേശുപാരാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാക്കിരു നാമത്തിനാദരമായി, വന്ദനം ചെയ്യുന്നു നിന്നടിയാക്കിരു നാമത്തിനാദരമായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാകു വന്നു ചേരുവതിനാ, ഇന്നു നിൻ സന്നിധിയിൽ അടിയാകു വന്നു ചേരുവതിനാ, തന്നതിൽ ഉന്നതമാ കൃപയ്ക്കതി വന്ദനം ചെയ്യുന്നേ, തന്നതിൽ ഉന്നതമാ കൃപയ്ക്കതി വന്ദനം ചെയ്യുന്നേ. ഈ വാത്സല്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവചന സത്യങ്ങളെ അവർക്ക് ക്ലാസ്സുകളായി കഴിഞ്ഞ ദിവസങ്ങളിൽ എടുക്കുവാൻ ഇടയായിത്തീർന്നു. അതിന്റെ വെളിച്ചത്തിൽ ആ ക്ലാസ്സുകൾക്ക് ശേഷം ഇവരുടെ സമ്മതം അറിയിച്ചത് കൊണ്ടാണ് ഇന്ന് രാവിലെ കാലം നാം ഒരുമിച്ച് ഇവിടെ എത്തിച്ചേരുവാൻ ഇടയായിരിക്കുന്നത്. ആമേൻ. എന്നാൽ ഈ സ്നാനജലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവരുടെ ആമേൻ സമ്മതം നമുക്ക് ഒന്നുകൂടെ വേണം. നിശ്ചയമായും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൊടുക്കും. ആമേൻ. സ്നാനത്തെ കുറിച്ച് വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? സ്നാനം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ഹൃദയത്തിൽ നല്ല ബോധ്യമുണ്ടോ? ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ വരെ എല്ലാം ഭംഗിയായി. സ്നാനപ്പെടുത്താനായിട്ട് സഭയുണ്ടായിരുന്നു, ക്ലാസ് എടുക്കാനായിട്ട് ദേവദാസന്മാരുണ്ടായിരുന്നു. വളരെ അനുഗ്രഹമായ കാര്യങ്ങളാണ്. എന്നാൽ ഇനി തുടർന്നുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് കൈത്താങ്ങലായിട്ടുണ്ടാകുമെന്നാൽ അതിന് നിശ്ചയമായും ഒരു പരിധിയുണ്ട്. തുടർന്നുള്ള നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും കൃത്യവും ധന്യവുമാക്കി കൊണ്ടുപോകുവാൻ മറ്റാരെക്കാട്ടിലും തികഞ്ഞ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കും. ആമേൻ. അത് അങ്ങനെയൊക്കെ എനിക്ക് എന്നോട് പറഞ്ഞു തന്നതുകൊണ്ട് ഞാനിതങ്ങ് സമ്മതിച്ചതാണെന്ന് മേലിൽ ഒരവസരത്തിൽ നിങ്ങൾ പറയാൻ ഒരിക്കലും ഇടയാകരുത്. നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടെയാണ് ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ആമേൻ. അതിന്റെ പിന്നിൽ കർത്താവിന്റെ ദാസന്മാർ ഒക്കെ അധ്വാനിച്ചു എന്നുള്ളത് വാസ്തവം. അപ്പൊ ഇന്നു മുതലുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ കൃത്യമായിട്ട് നിർവഹിച്ചു കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതുപോലെ ഈ ചടങ്ങ് ചെയ്തെടുക്കാൻ പ്രയാസമില്ല. തുടർന്നുള്ള യാത്രയിലാണ് ആമേൻ നമുക്ക് ആമേൻ ബുദ്ധിമുട്ടുകൾ വരുന്നത്. നാളെ ഒത്തിരി ആമേൻ പഴികളും നിന്ദകളും ദൂഷ്യങ്ങളും ഒക്കെ നമ്മൾ ഏൽക്കേണ്ടി വരും. പലരുടെയും മുൻപിൽ ഞാൻ ആമേൻ നിങ്ങൾ ചോദ്യചിഹ്നമായി മാറാൻ ഒത്തിരി സാധ്യതയുണ്ട്. എടാ, ഈ വന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ആര് ചെയ്യും? ഇതിനകത്തിലൊക്കെ എന്തെങ്കിലും കഥയുണ്ടോ? ഇതിനകത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതൊക്കെ അംഗീകരിക്കപ്പെട്ടതാണോ? ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ചോദ്യങ്ങൾ ആമേൻ ചരം തൊടുത്തു വിടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയണം. എന്റെ യേശു ഈ ലോകത്തിലേക്ക് വന്നത് ആമേൻ പാപികളെ സ്നേഹിച്ചുകൊണ്ടാണെന്നും പാപികളുടെ വിടുതലിന് കൊണ്ടാണെന്നും പാപികളുടെ വിടുതലിന് വേണ്ടി തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ക്രിയകൾ ഇതൊക്കെയാണെന്നും നിങ്ങൾക്ക് വ്യക്തമായി അവരെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനായിട്ട്
ഇടയായി. അതല്ലാതെ ചുമ്മാ ഈ കർത്തവ്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് നമുക്ക് വലിയ കാര്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പണ്ട് ഒരു ദൈവദാസൻ സ്നാനപ്പെടുമ്പോൾ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ആമേൻ, കട്ടിയുള്ള പാപിയായിരുന്നു സ്നാനപ്പെടുന്നിടമെന്ന്. വെള്ളത്തിൽ മുക്കി ആമേൻ പൊക്കി കയറ്റി വിട്ടപ്പോൾ അത് കുതിർന്ന പാപിയായി മാറി. ആ അളവിലല്ല. ഞാൻ രസകരമായിട്ട് ആ ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞതാണെങ്കിലും ഹല്ലേലൂയ, നിങ്ങളുടെ ആമേൻ ഹാർഡ് സിന്ന് ആമേൻ ഹല്ലേലൂയ ഒന്ന് മുക്കി അത് കുതിർന്ന അനുഭവത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യശ്വാസം വരെ വിശ്വസ്തയോടെ നിൽക്കുവാൻ നിങ്ങൾ ആമേൻ ഏൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവിന്റെ സ്നാനം എന്ന് പറയുന്നത്. ആമേൻ. അനേക വാക്യങ്ങൾ വായിക്കുവാനുള്ള സമയം ഞാൻ വേർതിരിക്കുന്നില്ല. ഹല്ലേലൂയ. ഇത് ആമേൻ കർത്താവിന്റെ അന്ത്യ കൽപ്പനയാണ്. ആമേൻ. കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ്. ആമേൻ. ഹല്ലേലൂയ. ബാപ്റ്റിസം കൗൺസിലാണ്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കുവാനും കഴിയും. ആമേൻ. ഇന്ന് പകൽക്കാലം സ്നാനജലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും ആമേൻ വാവഴിയായി ആമേൻ ഈ നിൽക്കുന്ന ജനത്തിന് ഒരു സാക്ഷ്യം ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തി ആമേൻ നിങ്ങൾ ആ സാക്ഷ്യവാക്കുകൾ പറയും. ഞാൻ കഴിഞ്ഞ നാളുകളിൽ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചു. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്നാനം കർത്താവിനോട് ചേരുവാനുള്ള ആമേൻ ഒരു ശുശ്രൂഷയാണെന്നും അത് ഞാൻ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നു എന്നും പരസ്യമായിട്ട് പറയും. പറഞ്ഞു. We accepted Lord as my Savior, and I know that baptism is the commandment of the Lord. Amen. And it's a counsel with the covenant with the Lord. Yes. And I accept it. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം തനിക്ക് കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കാൻ കഴിഞ്ഞു. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെടേണ്ടത് ആവശ്യമാണെന്ന് ഉത്തമ ബോധ്യമുണ്ട്. അതിനായി ആമേൻ ആ പ്രിയ പൈതലിനെ സമർപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് സാക്ഷിപ്പാൻ കഴിയും. I accept Jesus as my Savior in the Sunday school this year. Amen. So upon hearing the classes, I want to take the baptism of the commandment of the Lord. Please pray for me and I accept my heart. Amen. Hallelujah. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയ കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയ കൃപകളോടെ. ഇന്നലെയും ഇന്നും യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും യേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാളെ ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചു. മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 18 through 20. യേശു കർത്താവ് അടുത്ത് ചെന്നു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് ഉണ്ട് എന്ന് അരുളി ചെയ്തു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ശക്തമായി പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. കർത്താവ് ദാസൻ ആമേൻ ഹല്ലേലൂയ ഷോൺ മോന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ജിൻസിന് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അല്പനേരം മതം പിടിച്ചാട്ടെ. ഹല്ലേലൂയ. സർവജ്ഞാനിയായ അവിടുത്തെ മക്കളെ ഒരുമിച്ച് കർത്താവ് ദൂതന്മാർ സാന്നിധ്യ കർത്താവേ ഹല്ലേലൂയ. നമ്മുടെ ദാസന്മാർ സാന്നിധ്യ കർത്താവേ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തുന്ന കർത്താവേ കർത്താവേ പ്രിയ ഹല്ലേലൂയ. മക്കളെ യഹോവ നൽകുന്ന അവകാശവും മുതൽഫലം കർത്താവ് നൽകുന്ന പ്രതിഫലമാണ് കർത്താവേ. ഈ പൈതലിനെ എത്രത്തോളം വളർത്തിക്കൊണ്ടുവരാൻ പ്രിയ അവനാവശ്യമായ പത്യോപദേശം കർത്താവ് കൊടുത്ത് വളർത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ കർത്താവേ ഹല്ലേലൂയ. കർത്താവേ പ്രിയ മാത്രമല്ലോ കർത്താവേ ഈ പൈതലിനെ കർത്താവേ ഹല്ലേലൂയ ഈ നിമിഷം വരെയും കർത്താവ് വചനം പഠിപ്പിച്ചുകൊടുക്കുന്ന എല്ലാ അവരെ വചനം പഠിപ്പാൻ ആവശ്യമായ എല്ലാ കൃപ കർത്താവ് കൊടുത്തല്ലോ കർത്താവേ. വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ബോധം ഹല്ലേലൂയ ആ വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് ലഭിപ്പാൻ കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവേ. അനേക പ്രഭുക്കന്മാർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യം ഈ വെളിപ്പാട് പ്രിയ പൈതലിനെ കർത്താവ് കൊടുത്തതിനായി നന്ദി കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ യേശു കർത്താവിന്റെ കൽപ്പന ഹല്ലേലൂയ അനുസരണം കർത്താവേ ഈ സമയം നടക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ കർത്താവിന്റെ നീതി അനുസരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന അനുസരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനെ ചേരുന്ന ആ ശുശ്രൂഷ കർത്താവ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുവിനെ ധരിക്കുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാന ശുശ്രൂഷയിൽ പങ്കാളിയാകുമ്പോൾ കർത്താവേ ഹല്ലേലൂയ പ്രിയപ്പെട്ടതിനെ കൃത്യമായി സഹായിക്കണമേ കർത്താവേ ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ കർത്താവെ സ്നാനപ്പെടുവാൻ കർത്താവ് യോർദാന്റെ അടുക്കൽ വന്നു ഹല്ലേലൂയ കർത്താവേ യോഹന്നാൻ സാമോട് പറഞ്ഞു ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് പോലെ കർത്താവേ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയത്തിൽ കൊടുത്ത ആമേൻ ഹല്ലേലൂയ തീരുമാനത്തിനായി സ്തോത്രം ചെയ്തു കർത്താവേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ ഈ സ്നാനക്കടവിലെത്തി നിൽക്കുന്ന ഈ പ്രിയ പൈതലിനെ ഹല്ലേലൂയ അടിയങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചവരെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഭാവി ധന്യമാക്കണമേ കർത്താവേ. തുടർന്നുള്ള നാളുകളിൽ എല്ലാ ആത്മീക ദുർബകളും അനുഗ്രഹിക്കണം. അവിടുന്ന് വർഷിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുന്നോട്ടുള്ള തന്റെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ഏകനായി അങ്ങയ്ക്ക് വേണ്ടി നിൽക്കേണ്ട അവസരങ്ങൾ ആ സമയങ്ങളിലൊക്കെ അവിടുത്തെ സാന്നിധ്യം അവന്റെ മേൽ പകർന്ന് അവനെ ഹല്ലേലൂയ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ഹല്ലേലൂയ പ്രത്യാശയിൽ നിൽക്കാനുള്ള ശുശ്രൂഷകളെ ധന്യമായി പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം 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 യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ. ചെങ്കടലിൽ മുങ്ങിപ്പോയി വഴിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലേ വൈരിയുടെ എതിർപ്പുകൾ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശിവൻ പോലെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി വിവാഹത്തിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ദൈവസഭയായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം പ്രത്യാല ഹല്ലേലൂയ ഈ സ്നാന ശിക്ഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ സ്നാനത്തിനായി കടന്നു രണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരെ സഹായിക്കുമാറാണമേ ഹല്ലേലൂയ അവർ ദിവസങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനായി തീരുമാനം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിലായി നടക്കുന്ന അവരുടെ ഹാലേലിയ ദൈവമേ ഈ സാക്ഷ്യം ദൈവമേ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചാട്ടെ. ഹാലേലിയ പ്രത്യാല ഹാലേലിയ
സ്നാനം നിർവഹിക്കുന്ന ദേവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ദൈവം ബലപ്പെടുത്തുമാറാണമേ, ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, സ്വർഗം സന്തോഷിക്കുന്ന ഒരു ഹല്ലേലൂയ സമയമായി ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഇതിന്റെ നടുവിലായിരിക്കും ഞങ്ങളുടെ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവരെ സഹായിച്ചാട്ട്, ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചാട്ടപ്പാ. ഹല്ലേലൂയ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ഞങ്ങളുടെ നാമം മഹത്വം എടുക്കും. പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കായി സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. Matthew chapter 3 verses 13 through 17. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവൃത്തി ആകേണ്ടതാണ്. ദൈവിക നീതിയുടെ നിവൃത്തീകരണത്തിന് ഈ സ്നാനക്കുളത്തിന്റെ കരയിലായിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സ്തോത്രം ചെയ്യാൻ ഓരോരുത്തരായിട്ട് ഇറങ്ങി വന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ പൈതൽ ജിൻസ് മോനെ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ അന്ത്യകൽപ്പന അനുസരിക്കുവാൻ ഈ സ്നാനക്കുളത്തിൽ നിൽക്കുന്ന ഈ പൈതൽ അടിയങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ നിമിത്തം അവന്റെ ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം എല്ലാം അനുഗ്രഹമാക്കി തീർക്കുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രകാരം ചെയ്തിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിനുള്ള നാമത്തിൽ. മനുകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് കാൽവറി കുലക്കളത്തിൽ കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി പോവുകയും തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് ഇന്നും മാനവരാശിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും തന്നിൽ പ്രിയം വെച്ചിരിക്കുന്ന വൃതന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ജിൻസുമോൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ ആമേൻ സ്നാനപ്പെടുത്തണമെന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലും ഈ വാത്സല്യ പൈതന്റെ സാക്ഷ്യം വാക്കുകളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നിൽക്കുന്ന ജനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഹല്ലേലൂയ, ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. വാടാത്ത ജീവകിരീടത്തിന്റെ ഓഹരി പ്രാപിപ്പാൻ കഴിയട്ടെ. ആമേൻ. ഒരു പാട്ടിന്റെ ഇരടികൾ പാടിക്കോളൂ. അപ്പോഴത്തേക്ക് ഷോൺമോനൂടെ മഹത്വത്തിന് പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സ്നാനജലത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ വാത്സല്യ പൈതൽ ഷോണുമോനുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധാനത്തിൽ പിന്നെയും അടുത്തു വരുന്നു. നാളിതുവരെ അവനെ ശക്തമായി നടത്തി ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ, അങ്ങേ രക്ഷകനായി അംഗീകരിപ്പാനും ഇന്ന് പകൽക്കാലം കർത്താവേ ഹല്ലേലൂയ പൂർണ്ണ സമ്മതത്തോടുകൂടെ അങ്ങയുടെ കൽപ്പന അനുസരിപ്പാനും ഈ സ്നാനത്തിൽ ഇറങ്ങിയിരിക്കുന്ന അവൻ നിൽക്കുന്ന ഈ വാത്സല്യ പൈതലിനെ ഞങ്ങൾ സഭയായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആത്മീയ നിർവഹികളാലും ഘോഷിപ്പിച്ച് പിന്നെയും നടത്തുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. മനുകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി
ഹാലേലൂയ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിൽ വന്ന് ഹാലേലൂയ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഹാലേലൂയ കാരിരുമ്പാടുകളാൽ തറയ്ക്കപ്പെട്ട് കാൽവരിയുടെ കുലകളത്തിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പോവുകയും ഹാലേലൂയ തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് ഇന്നും മനുകുലത്തിന് വേണ്ടി മധ്യസ്ഥണിക്കുകയും താമസം വിന തന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വൃതന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയ പൈതൽ ഷോൺ മോൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലും നിന്റെ സാക്ഷ്യം വാക്കുകളുടെയും അടിസ്ഥാനത്തിൽ ഈ നിൽക്കുന്ന ജനത്തെ സാക്ഷി നിർത്തി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. Praise the Lord. Hallelujah. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക വാടാത്ത ജീവകിരീടത്തിന്റെ ഓഹരി പ്രാപിപ്പാൻ കഴിയട്ടെ. ആമേൻ, ആമേൻ. Praise God. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്. കണ്ടുപോരു പാപിയെന്നവർ സ്ഥാനമേൽക്കുവാൻ പോകുന്നു. കണ്ടുപോരു പാപിയെന്നവർ സ്നാനമേൽക്കുവാൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ രണ്ടുപേർ കൂടെ കർത്താവിന്റെ അന്ത്യകൽപ്പന അനുസരിപ്പാൻ ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഈ കൂടെ നിൽക്കുന്ന ജനത്തോട് ആത്മാവിൽ ശക്തമായി വിളിച്ചു ചോദിക്കുന്നു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ കണ്ട അനന്തരം നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്നാനം ആവശ്യമാണെന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ ആമേൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ആമേൻ ഈ ജലാശയം ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ. നിങ്ങൾ ഹല്ലേലൂയ വിശ്വാസത്തോടും ഹല്ലേലൂയ ധൈര്യത്തോടും കൂടെ ഇന്ന് പകൽക്കാലം സ്നാനത്തിന് വേണ്ടി ഒരുപ്പെട്ട് കടന്നു വരുന്നുവെങ്കിൽ ആ ശുശ്രൂഷ നിവർത്തിക്കുവാൻ ഞങ്ങൾ ഹല്ലേലൂയ തൽപരരാണ്. അതല്ല ഹല്ലേലൂയ ഏതെങ്കിലും അളവിൽ എനിക്ക് ഒന്നുകൂടെ ഒരുക്കം പ്രാപിച്ചിട്ട് ഏറ്റവും അടുത്ത സാവകാശത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഹൃദയം കൊണ്ട് എനിക്ക് താല്പര്യമുണ്ടെന്ന് ഹൃദയത്തിൽ ആമേൻ വാഞ്ചയുള്ള പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടെ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ദിവസങ്ങൾ കൊഴിഞ്ഞു നീങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യത്തെ അറിയിച്ചാൽ ദൈവസഭ നിങ്ങളെയും ഈ സ്നാനജലത്തിലേക്ക് ഇറക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒന്ന് ഈ പകൽക്കാലം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഇത് അറിഞ്ഞില്ല എന്നോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവില്ലായിരുന്നു എന്നോ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു നിൽക്കുവാൻ ഇനിയും സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ഹല്ലേലൂയ. അവൻ ഒടുക്കത്തെ നാളിൽ ഹല്ലേലൂയ ന്യായവിധി ദിവസത്തിൽ അവൻ വിളിക്കപ്പെടുന്ന അവസരത്തിൽ ഈ ജലം ഹല്ലേലൂയ സാക്ഷിയായി ഹല്ലേലൂയ 2024 ആണ്ടിൽ ഹല്ലേലൂയ സെപ്റ്റംബർ 15-ാം തീയതി ഹല്ലേലൂയ ഷോൺ മോന്റെയും ജിൻസ് മോന്റെയും സ്നാന ശുശ്രൂഷയ്ക്ക് ശേഷം ഹല്ലേലൂയ ഉണ്ടായ വിളംബരത്തിൽ ഞാനും ശ്രദ്ധയോടുകൂടെ ആയിരുന്നു. എന്നാൽ ഹല്ലേലൂയ എനിക്ക് അതിൽ നിന്ന് അവൻ ഒഴിഞ്ഞ് മാറുക ഒരനുഭവമായി പോയി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സമർപ്പണത്തോടെ മടങ്ങിപ്പോകുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻദാസൻ പാസ്റ്റർ ബോബൻ ഒരു വാക്കിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവ്. ഇന്ന് പ്രഭാതത്തിൽ സഭയായിട്ട് കർത്താവ് കുറിപ്പിച്ച് കടന്നു വരുവാൻ കർത്താവെ അവിടുത്തെ വചനപ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്നാനം കർത്താവെ ഞങ്ങളുടെ ദാസന്റെ കൈകളിലേക്ക് നടത്തുവാൻ കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായി നന്ദി കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഷോൺമോനെയും ജിൻസിനെയും അവകരങ്ങളിൽ ഏൽപ്പിക്കും കർത്താവെ. മരണപര്യന്ത വിശ്വസ്തരായിരുന്നു ഹല്ലേലൂയ. കർത്താവെ അവർ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഹല്ലേലൂയ ജോലിയോടൊപ്പം തന്നെ അത് അവരെ രക്ഷിച്ച സ്നേഹിച്ച സൗഖ്യമാക്കിയ വിടുവിച്ച കർത്താവിനെ ഉയർത്തുവാൻ ഹല്ലേലൂയ ആവശ്യമായ എല്ലാ അഭിഷേകവും കൃപകളും കർത്താവ് കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ പ്രൈസ്തലോ അവരെ ഈ ഭൂമിയിൽ അയക്കുമ്പോൾ കർത്താവെ പോരാട്ടമുണ്ട് കർത്താവെ. ജഡത്തിലെ സകല കർമ്മങ്ങൾ കർത്താവ് നീക്കി ഹല്ലേലൂയ ഭാവത്തോട് പോരാടി ജയജീവിതം നേടാൻ ആവശ്യമായ എല്ലാ കൃപയും കർത്താവ് കൊടുത്ത് മാനിക്കണമേ കർത്താവെ. സ്ഥാനത്തിൽ യേശു കർത്താവിന്റെ കൂടെ അടക്കപ്പെടുവാൻ ഹല്ലേലൂയ
കർത്താവെ പുനരുദ്ധാരണ അനുഭവം പ്രാപിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്ന് ജീവന്റെ അനുഭവത്തിൽ കർത്താവെ നടക്കുവാൻ ആവശ്യമായ എല്ലാ കൃപയും കർത്താവെ അവിടുന്ന് കൊടുത്ത് മാനിക്കണമേ. കർത്താവെ വചനം പഠിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, അഭിഷേകം പ്രാപിപ്പാൻ, ആത്മസാനം പ്രാപിപ്പാൻ എല്ലാം കർത്താവ് കൊടുക്കാൻ പോകുന്ന ഭാഗ്യത്തിനായി നന്ദി കർത്താവ്. ഹല്ലേലൂയ. കുഞ്ഞിനെ കർത്താവ് നിറയ്ക്കണമേ, മാതാപിതാക്കളെ കർത്താവ് സഹായിക്കണമേ. ഇന്ന് കടന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവങ്ങളെ കൃത്യമായി സൂക്ഷിക്കണമേ, സഹായിക്കണമേ കർത്താവെ. ആരെങ്കിലും ഇതിനകത്ത് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാതെ ഹല്ലേലൂയ മാറി നിൽക്കുന്നെങ്കിൽ കർത്താവെ എത്രയും പെട്ടെന്ന് കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ഹല്ലേലൂയ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് കൽപ്പന അനുസരിപ്പാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവിന്റെ സഹപാഠ കുടുംബ കർത്താവ് സഹായിക്കുന്ന പകൽക്കാലം ജ്ഞാന ശുശ്രൂഷ നടത്താൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് അനേകരെ കർത്താവിലേക്ക് അനയിപ്പാൻ കർത്താവെ അനേകരെ കർത്താവെ വിശ്വാസം ഏൽപ്പിപ്പാൻ ആവശ്യമായ എല്ലാ കൃപയും കർത്താവ് കൊടുത്ത് മാനിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. എല്ലാ മാലും മഹത്വം പുകഴ്ചയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാനർപ്പിക്കുന്ന കർത്താവ് പ്രാർത്ഥനയും യാതൊരും അവരുടെ സ്തോത്രത്തോട് ആരാധന ഏറ്റവും അനുഗ്രഹമായി കർത്താവ് സഹായിക്കണമേ. യേശുവിനെ സഹായിക്കണം പിതാവേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സംസർഗവും സവാസവും കൂട്ടായ്മയും നമ്മോടും ഹല്ലേലൂയ ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിശേഷാൽ ഇന്ന് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വാത്സല്യ പൈതങ്ങളോടും ഭൂലോകങ്ങളുടെ വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് മുതൽ കർത്താവിന്റെ രണ്ടാം വരവോളം ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ.